പിന്നെ കൽപ്പവൃക്ഷ ട്രീ, വൃന്ദാവനത്തിലെ ഈ ഒരു മരം മാത്രമല്ല, വൃന്ദാവനത്തിലെ ഓരോ മരവും കൽപ്പവൃക്ഷമാണ്. വൃന്ദാവനത്തിലെ ഓരോ ജീവിക്കുന്ന ഓരോ ജീവാത്മാവും വളരെ സ്പെഷ്യലാണ്. വൃന്ദാവനത്തിൽ ജന്മെടുക്കുന്ന ഒരു ജീവാത്മാവ് പിന്നീട് ഒരിക്കലും പുറത്ത് ജന്മെടുക്കേണ്ടി വരാറില്ല എന്നാണ് പറയാറ്. അത്രയും സ്പെഷ്യൽ പ്ലേസാണ്. അതായത് ഗോലോക വൃന്ദാവനത്തേക്ക് പോകാനുള്ള പ്രിപ്പറേറ്ററി ആയിട്ടാണ് ഭൂലോക വൃന്ദാവനത്തിൽ ജന്മെടുക്കണമെന്നാണ് പറയുക. നമ്മൾ ഈ വൃന്ദാവനത്തിലെ മരങ്ങളിൽ നോക്കുക വെച്ചാൽ അത് ആൽമരാണെങ്കിലും മാങ്ങ മരമാണെങ്കിലും മുൾച്ചെടിയാണെങ്കിലും അത് വേപ്പിൻ്റെ മരമാണെങ്കിലും എന്ത് മരമാണെങ്കിലും ഒരേമാതിരിയുള്ള സിമിലർ ഷേപ്പായിരിക്കും. അതിൻ്റെ തടി വളഞ്ഞ് പൊളഞ്ഞിട്ടും മുകളിൽ പോയിട്ടൊരു ഒരു കാനോപ്പി പോലെ, ഒരു കുട പോലെ അങ്ങനെ ഉണ്ടാവുക. ആൻഡ് ഈ മരങ്ങളെല്ലാം തന്നെ എന്താ പ്രത്യേകത, അവർ ഒരുപാട് മരങ്ങൾ വളരെ വളരെ കാലങ്ങളായിട്ട് അവിടെയുള്ള മരങ്ങളാണ്. ഭഗവാന്റെ സമയത്തുള്ള മരങ്ങൾ മുതലേ ഉണ്ട്. അപ്പോൾ കൽപ്പവൃക്ഷ ട്രീകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൽ എന്ത് ആധ്യാത്മിക ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റാനുള്ള പ്രാപ്തി അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ കൽപ്പവൃക്ഷങ്ങൾ, നമ്മളെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റുന്ന എന്താണോ നമ്മൾക്ക് സങ്കല്പിക്കാം അതെല്ലാം തരാനുള്ള കഴിവ് ഈ കൽപ്പവൃക്ഷങ്ങൾക്കുണ്ട്. ഭൗതിക ആഗ്രഹങ്ങളല്ല കേട്ടോ, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു തരാനുള്ള ശക്തി ഈ കൽപ്പവൃക്ഷങ്ങൾക്കുണ്ട്. സോ ഇവയൊന്നും സാധാരണ വൃക്ഷങ്ങളല്ല. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് ആഗ്രഹിക്കാം. അതെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് കിട്ടാനുള്ള കൊടുക്കാനുള്ള കഴിവ് ഈ കൽപ്പവൃക്ഷങ്ങൾക്കുണ്ട്. ഇൻഫാക്റ്റ് ഭഗവാന്റെ എന്താണ് കദംബ വൃക്ഷങ്ങൾ, അതേപോലെ അമൃതകുംഭം തട്ടിയിട്ടുള്ള വൃക്ഷങ്ങൾ, അതൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ കാളീനെ എന്താണ് കാളീൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് യമുനയിലേക്ക് എടുത്ത് ചാടണത് ഒരു മരത്തിൻ്റെ മേലത്ത് നിന്നാണ്. ആ മരം ഉണ്ടല്ലോ, ആ മരത്തിന് ഗരുഡൻ ആക്ച്വലി ഒരു തുള്ളി അമൃതകുംഭം കൊണ്ട് പോകുമ്പോൾ ഒരു തുള്ളി അവിടെ കൊടുത്തിരുന്നു, അമൃതകുംഭം ആ മരത്തിന്. കാരണം കാളിയൻ്റെ ഈ പോയിസൺ, വിഷം തട്ടിയിട്ട് എല്ലാ ജീവജാലങ്ങളും എഫക്റ്റഡായി. ഈ കുംഭം വെച്ചിട്ടുണ്ടായിരുന്ന ഈ കദംബ മരം മാത്രം എഫക്റ്റഡ് ആയില്ല. അപ്പോൾ ഭഗവാന്റെ ലീലയുടെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഭഗവാന് ചാടാൻ വേണ്ടി അവിടെ ഒരു മരം അങ്ങനെ നിൽക്കണം എന്നുള്ള ഒരാവശ്യമുള്ളത് കൊണ്ടാണ് ഗരുഡൻ അത് നേരത്തെ കൂട്ടി ആലോചിച്ച് ഈ ഒരു കദംബ വൃക്ഷത്തിന് ഒരു തുള്ളി നെക്ടർ കൊടുത്തത് എന്നാണ് പറയുമ്പോൾ. അപ്പോൾ അതേപോലെ വൃന്ദാവനത്തിലെ ഒരു മരവും എന്തല്ല, ജസ്റ്റ് ഒരു വെറും മരമല്ല, ദെയർ ഓൾ കൽപ്പവൃക്ഷങ്ങളാണ്. വൃന്ദാവനത്തിലെ ഒരു തുള്ളി ധൂളി പോലും വെറും ധൂളിയല്ല, അതെല്ലാം ചിന്താമണികളാണ്. നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്ന എത്രയും എക്സ്റ്റെൻഡ് നമ്മൾക്ക് സങ്കല്പിക്കാവോ ഭഗവാന്റെ സേവനത്തിൽ, അത് മുഴുവനും ചെയ്ത് തരാനുള്ള ശേഷിയുള്ള ചിന്താമണികളാണ് നമ്മുടെ വൃന്ദാവനത്തിലെ ഭൂമി. ഹരേ കൃഷ്ണ.